ആ തയ്യാറായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ മുന്നോട്ട് വരും. അയോധ്യ തർക്കഭൂമി ഖനനത്തിൽ പങ്കെടുത്ത പുരാവസ്തു ഗവേഷകന്റെ പ്രതികരണം ന്യൂസ് 18നോട്. രാജ്യത്ത് വൻ ലഹരിവേട്ട. 75 കോടി രൂപയുടെ മെത്താഫെറ്റമിൻ പിടികൂടി. രാജ്യാന്തര മയക്കുമരുന്ന് സംഘത്തിലെ 8 പേർ പിടിയിൽ. പിടിയിലായത് ചെന്നൈ വഴി ശ്രീലങ്കയിലേക്ക് കടത്താൻ ശ്രമിക്കവേ. തൃപ്പൂണിത്തുറയിൽ 10 വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ പ്രതിയുടെ അറസ്റ്റ് വൈകിപ്പിച്ച് പോലീസ്. നവകേരള സദസ്സ് ഉള്ളതിനാൽ ഉദ്യോഗസ്ഥരില്ല എന്ന് പോലീസ്. പ്രതിഷേധത്തിനൊരുങ്ങി കുടുംബം. വിശദമായി നോക്കാം. മോദിയെ സ്വീകരിക്കാൻ തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJP മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിലാണ് സമ്മേളനം. റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികളിലായി 2.5 മണിക്കൂറോളം പ്രധാനമന്ത്രി തൃശൂരിൽ ചെലവഴിക്കും. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കം നിർണായക രാഷ്ട്രീയ പ്രഖ്യാപനം സന്ദർശനത്തിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരളമാകെ ശ്രീ നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിന്റെ ഈ വരവിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ലോകത്തെ വരെ ഭാരതത്തിൽ എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് ചിന്തിപ്പിച്ച ആ ഒരു മനുഷ്യൻ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ തൃശ്ശൂർ ജില്ലയിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നോക്കിക്കാണുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയി ഇങ്ങനൊരു പരിപാടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കൂ എന്ന് പറഞ്ഞ കാലമുണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മുൻനിരയിൽ വിശിഷ്ടാതിഥികൾക്ക് ഇരിക്കാനുള്ള അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഞങ്ങൾക്കും ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിക്കാത്ത മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾ നമ്മുടെയൊക്കെ നമ്പർ തപ്പിയെടുത്ത് അവർ വിളിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്ര കണ്ട് ഈ മനുഷ്യരുടെ മനസ്സിനകത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞു എന്നുള്ളതല്ലേ. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. BJPയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് കേന്ദ്ര പാർലമെന്ററി ബോർഡാണ്. പക്ഷെ കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജനങ്ങൾ തീരുമാനിച്ചു ആരാണ് സ്ഥാനാർത്ഥിയെന്ന്. പാർട്ടി തീരുമാനിച്ചതില്ല, പക്ഷെ ജനങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്, സ്ഥാനാർത്ഥി ഇന്നയാളാണ് എന്ന് ജനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതാ ഏത് സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറയേണ്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഔദ്യോഗിക പ്രഖ്യാപനത്തെക്കാൾ കൂടുതൽ ജനങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജനങ്ങൾ ഇന്ന് കൂടുതൽ പ്രഖ്യാപനത്തോടുകൂടി രംഗത്ത് വരാൻ പോവുകയാണ്. ഏതാ സ്ഥാനാർത്ഥിയെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനുമോദ്, കഴിഞ്ഞ തവണ അമിത്ഷാ തൃശൂരിലെത്തിയപ്പോൾ തന്നെ സുരേഷ് ഗോപി വേദിയിലുണ്ടായിരുന്നു. സുരേഷ് ഗോപി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന സൂചനകൾ അന്ന് തന്നെ ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വരുന്നു, സുരേഷ് ഗോപി വേദിയിലുണ്ട്. എന്തു പ്രതീക്ഷിക്കണം? മാനദണ്ഡങ്ങൾക്കൊക്കെ അപ്പുറം ഇന്ന് ഒരു പ്രഖ്യാപനം ആ വേദിയിൽ ഉണ്ടാകുമോ? തൃശ്ശൂർ കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു പ്രഖ്യാപനത്തിനായിട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സുരേഷ് ഗോപിയുടെ പേരിൽ പാർട്ടി പ്രവർത്തകർ നടത്തുന്ന പ്രചാരണം, അതൊന്നും ആരും നിർദ്ദേശിച്ച് നടത്തുന്ന പ്രചാരണമല്ല, സ്വഇഷ്ടപ്രകാരം നടത്തുന്ന പ്രചാരണം ചുവരെടുത്ത് തുടങ്ങുന്നു. ഓട്ടോറിക്ഷയിൽ സുരേഷ് ഗോപിക്ക് വോട്ട് തേടിയുള്ള പരസ്യങ്ങൾ പതിക്കുന്നു. എല്ലായിടത്തും സുരേഷ് ഗോപിയുടെ പേര് പാർട്ടി പ്രവർത്തകരും അനുഭാവികളും പാർട്ടിയോട് ബന്ധമില്ലാത്തവരും എല്ലാം തന്നെ ചർച്ച ചെയ്തു എന്ന സാഹചര്യം. അത് സത്യത്തിൽ ഇത്രയും ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യം മറ്റൊരു നേതാവിനും BJPയിൽ നിന്നുള്ള നേതാവിനും ഒരിടത്തും ഇതുവരെ ഉണ്ടാകണമെന്നില്ല. ഇത് വ്യത്യസ്തമായൊരു സാഹചര്യമാണ്. അവിടേക്കാണ് നരേന്ദ്രമോദി ഇന്ന് വരുന്നത്. നരേന്ദ്രമോദി നമുക്കറിയാം, ലോകത്തിലെ തന്നെ അനിഷേധ്യ നേതാക്കളിൽ ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം, അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇതൊക്കെ വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് എല്ലാവരും സ്വീകരിക്കുന്നതും എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം, ഈ 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന ഈ മഹിളാ സമ്മേളനമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കാനാണ് BJP ശ്രമിക്കുന്നത്. മുൻപൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. വലിയ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഈ തൃശ്ശൂരിൽ ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നരേന്ദ്രമോദി റോഡ് ഷോയിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ അടുക്കാണ്. ഇവിടെ നമുക്ക് കാണാം, അത് മാലകളെല്ലാം വെച്ച് അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികളൊക്കെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്ഥിരമായിട്ട് നരേന്ദ്രമോദി റോഡ് ഷോയിൽ ഈ ഒരു വാഹനത്തിലാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹം ഈ ഗുജറാത്തിൽ നിന്നാണ് ഈ ഒരു വാഹനം കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളൊപ്പം ശ്രീ രഘുനാഥ് BJP മണ്ഡലം പ്രസിഡന്റാണ്, അദ്ദേഹം ചേരുന്നു. ഇവിടെ എന്തായി ഒരുക്കങ്ങളൊക്കെ?
ഇതിപ്പോൾ ഫൈനൽ ഡെക്കറേഷൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. ഇന്നലെയാണ് മോദിജിയുടെ വണ്ടി ഇവിടെ എത്തിയത്. ഗുജറാത്തിൽ നിന്ന് നേരിട്ട് എത്തിയ വണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 7 വർഷം അദ്ദേഹത്തിൻ്റെ എല്ലാ റോഡ് ഷോയ്ക്കും ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ടീമിനെയാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത്. അവരാണ് കുറച്ച് കാലങ്ങളായിട്ട് ഈ വണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ മോദിജിയുടെ 3ാം വരവ് ഗംഭീരമാക്കാനും 2019 തെരഞ്ഞെടുപ്പിന് ആദ്യത്തെ വിസിറ്റ് തൃശ്ശൂരായിരുന്നു. അതുപോലെ തന്നെ 2024 ആദ്യത്തെ വിസിറ്റും തൃശ്ശൂരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു വിജയം എടുക്കുന്നതിന് വേണ്ടിയിട്ട് മോദിജി ആദ്യത്തെ വരവാണ്. അത് ഗംഭീരമാക്കാൻ ഞങ്ങൾ തൃശ്ശൂർക്കാരെ ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷെ മുൻപ് ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു മുന്നൊരുക്കം, അത് സാധാരണ മോദിജി വരുമ്പോഴും മറ്റ് കേന്ദ്ര നേതാക്കളും BJP പ്രവർത്തകരും BJP അണികളുമാണ് ആവേശത്തിലാവുന്നത്. പക്ഷേ ഇത്തവണ നമ്മൾ കാണുമ്പോഴൊക്കെ BJPയുമായിട്ട് വലിയ ബന്ധമില്ലാത്ത സാധാരണക്കാർ പോലും എന്തോ പ്രതീക്ഷിക്കുന്ന പോലെയാണ് അവരുടെയൊക്കെ ഒരു ശരീരഭാഷയൊക്കെ. എന്താണ് പ്രതീക്ഷ? കഴിഞ്ഞ 9 വർഷമായിട്ട് മോദിജി നിറവേറ്റിയതിന്റെ സന്തോഷത്തിൽ അദ്ദേഹത്തിന് ആദരവ് കൊടുക്കാനും അദ്ദേഹത്തിന് അഭിനന്ദനം അറിയിക്കാനുമാണ് മുഴുവൻ ജനങ്ങളും, പ്രത്യേകിച്ച് വനിതകൾ. കാരണം അവർക്ക് 33% റിസർവേഷൻ നടപ്പിലാക്കിയതിനു ശേഷം ആദ്യത്തെ ഒരു വരവാണ് മോദിജി തൃശ്ശൂർ വരുന്നത്, കേരളത്തിൽ വരുന്നത്. ഇന്ത്യയിൽ അദ്ദേഹത്തിന് ആദ്യത്തെ സ്വീകരണമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പദ്ധതി, ഉജ്ജ്വല യോജന പദ്ധതിയും ഇതുവരെ വനിതകൾക്ക് കിട്ടാതെ അപ്രായോഗികമായിട്ടുള്ള പദ്ധതികൾ മുഴുവൻ പ്രഖ്യാപിക്കുകയല്ല മോദിജി ചെയ്ത്, നടപ്പിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ആദരവാണ് വനിതകൾ ഇവിടെ നൽകാൻ പോകുന്നത്. തൃശ്ശൂർക്കാർ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം, റോഡ് ഷോ, ഇന്ന് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു റോഡ് ഷോ സ്വീകരണം കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തൃശ്ശൂർ. എല്ലാവരും കാത്തിരിക്കുന്നൊരു ചോദ്യമുണ്ട്. സുരേഷ് ഗോപിയുടെ പേര് മോദിജി ഇന്ന് പ്രഖ്യാപിക്കുമോ? സുരേഷ് ഗോപി റോഡ് ഷോയിൽ പങ്കെടുക്കുമോ? എന്തൊക്കെയാണ് നിങ്ങൾ BJP പ്രവർത്തകർക്കിടെ, നേതാക്കൾക്കിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലൊരു മോദിജിയോടൊപ്പം ഒരു റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെയൊക്കെ PMO ഓഫീസും അദ്ദേഹമാണ് തീരുമാനിക്കുക. ഞങ്ങളുടെയൊക്കെ ആഗ്രഹം നടപ്പിലാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 മണിയോടെയല്ലേ റോഡ് ഷോ? എങ്ങനെയാണ്? ഏകദേശം 1:45 മോദിജി ഹെലിപ്പാഡിൽ ലാൻഡ് ചെയ്യും. 2 മണിക്ക് നമ്മുടെ റോഡ് ഷോ ആരംഭിക്കും. ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ച് നായക്കനാലിൽ അവസാനിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അത് കഴിഞ്ഞ് നേരെ സ്റ്റേജിൽ കയറി ജനങ്ങളെ, സ്റ്റേജിലല്ല, നേരിട്ട് അദ്ദേഹം ഗ്രൗണ്ടിലെത്തി എല്ലാ വനിതകളുടെയും അടുത്ത് പോയി അദ്ദേഹം അഭിവാദ്യം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം സ്റ്റേജിലേക്ക് കയറുന്നത്. മറ്റേതെങ്കിലും കൂടിക്കാഴ്ചകളോ ക്ഷേത്ര സന്ദർശനങ്ങളോ ഇതിന്റെ ഒരു ഒന്നും, അതിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിവ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ മോദിജിയുടെ റോഡ് ഷോയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പബ്ലിക് പ്രോഗ്രാം മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. പക്ഷേ ഒരുക്കങ്ങളൊക്കെ തന്നെ അവസാന ഘട്ടത്തിലാണ്. നമുക്കറിയാം മോദിജിയുടെ ഈ ഒരു പ്രിയപ്പെട്ട റോഡ് ഷോ വാഹനം ഇല്ലേ, അത് എത്ര നേരം എടുക്കും? ഇനി ഒരു 1 മണിക്കൂറോടുകൂടി ഫുള്ളായിട്ട് കഴിയും. നമ്മൾ SPGക്ക് ഹാൻഡ് ഓവർ ചെയ്യും. വളരെ നന്ദി ശ്രീനാഥ്, ഈ ഒരു സമയത്ത് ഇത്രയും സമയം നമ്മളോട് പങ്കുവച്ചിരുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോയുടെ സ്ഥിരം ഉപയോഗിക്കുന്ന വാഹനം. 7 വർഷമായിട്ട് മോദിജി ഇന്ത്യയിൽ എവിടെ റോഡ് ഷോ നടത്തിയാലും ഈ ഒരു ഓപ്പൺ ജീപ്പിലാണ്, ഈ ഒരു വാഹനത്തിലാണ് നടത്തുന്നത് എന്നാണ് BJP പ്രവർത്തകരും നേതാക്കളുമൊക്കെ പറയുന്നത്. ഗുജറാത്തിൽ നിന്നും ഇന്നലെ, കഴിഞ്ഞ ദിവസമാണ് കൊണ്ടുവന്നത്. ഇന്നലെ ട്രയൽ റണ്ണിലും ഇതേ വാഹനം ഉപയോഗിച്ചിരുന്നു. നമുക്ക് ഇതാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനം. അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു, വലിയ ഒരുക്കങ്ങൾ നടക്കുന്നു. നിലവിലെ ഒരു ചിത്രം ഇപ്രകാരമാണ്. തൃശ്ശൂരിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു പ്രഖ്യാപനം അത് ഇതിൽ ഇന്നുണ്ടാകുമോ എന്നറിയാനാണ് ഇനിയുള്ള കാത്തിരിപ്പ്. അതോടൊപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു 10 മണിക്ക് ശേഷമൊക്കെ തൃശ്ശൂരിലെ റൗണ്ടിലേക്ക് ഒരുപക്ഷെ ഈ നിയന്ത്രണങ്ങളിലൊന്നുകൊണ്ട് ആർക്കും അത്ര എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പ്രധാന ചെറിയ വഴികളൊക്കെ തന്നെ നിലവിൽ തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു തൃശ്ശൂർ പൂരത്തിന് സമാനമായൊരു തിരക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2 ലക്ഷം വനിതകളും അതോടൊപ്പം ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമാകാൻ വരുന്ന മറ്റ് പാർട്ടി പ്രവർത്തകരും അണികളൊക്കെ വരുമ്പോൾ 3 ലക്ഷത്തിലധികം ആളുകൾ ചുരുങ്ങിയത് തൃശ്ശൂരിലെത്തും എന്ന് ഉറപ്പാണ്. വലിയ തിരക്കുണ്ടാകും, പൂരത്തിന് സമാനമായ ഒരു തിരക്കുണ്ടാകും. അത് മുൻനിർത്തിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ തൃശ്ശൂരിൽ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നരേന്ദ്രമോദി തൃശ്ശൂരിലെത്താൻ ബാക്കിയുള്ളത്. രഞ്ജിനി. CB അനുമോദാണ് അവിടുത്തെ സാഹചര്യങ്ങൾ വ്യക്തമാക്കിയത്. അയോധ്യയ്ക്കൊപ്പം കാശിയിലെ ഗ്യാൻവ്യാപിയും മധുരയിലെ ഷാഹി ഈദ്ഗാഹ് പള്ളിയും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന് KK മുഹമ്മദ്. ഗ്യാൻവ്യാപിയും ഷാഹി ഈദ്ഗാഹും അയോധ്യയ്ക്ക് തുല്യമാണ്. രാമജന്മഭൂമി പോലെ പ്രാധാന്യമുള്ളതാണ് കൃഷ്ണജന്മഭൂമിയും. താൻ RSSകാരനോ BJPക്കാരനോ അല്ല എന്നും KK മുഹമ്മദ് ന്യൂസ് 18നോട് പറഞ്ഞു. അയോധ്യയിൽ തർക്കഭൂമിയിൽ ഖനനത്തിൽ പങ്കെടുത്ത പുരാവസ്തു ഗവേഷകനാണ് KK മുഹമ്മദ്. ഇത് പ്രവണതയായി മാറാൻ പാടില്ല. പക്ഷേ അതിന് ചില കർത്തവ്യം മുസ്ലിങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടാകണം. ഈ 3 സ്ഥലങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. കൃഷ്ണൻ്റെ ജന്മസ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും പോലെ ഇതാണ്. അതേപോലെ തന്നെ നമ്മുടെ ശിവൻ്റെ സ്ഥാനം ഗ്യാൻവാപി,
കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രയോ കാലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവണം. ആ തയ്യാറായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ മുന്നോട്ട് വരും. ആ തമ്മിലുള്ള മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള ഈ വിടവ് നികത്താനുള്ള ഒരു സുവർണ അവസരമാണിത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ വില്ലിംഗ്ലി ഈ സ്ഥലങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്, ഹിന്ദു സമുദായത്തിന് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷനിൽ അവർ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേരുന്നത്. നവകേരള സദസ്സിനിടെ വിവിധ ജില്ലകളിലാണ് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് സെക്രട്ടേറിയറ്റിൽ മന്ത്രിസഭാ യോഗം ചേരുന്നതും. കെ.ബി. ഗണേഷ് കുമാർ ഇന്ന് ഓഫീസിലെത്തി ചുമതല ഏറ്റെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്മസ് നവവത്സര വിരുന്ന് ഇന്ന്. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉച്ചയ്ക്കാണ് വിരുന്ന്. പ്രതിപക്ഷം വിരുന്നിൽ പങ്കെടുക്കുന്നില്ല. ഗവർണറെ ക്ഷണിച്ചിട്ടുമില്ല. സജി ചെറിയാന്റെ പരാമർശത്തിൽ പ്രതിഷേധമറിയിച്ച KCBC പ്രതിനിധികൾ വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട്. ഇടവേള. ഇപ്പോൾ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഓഫീസിലെത്തി ചാർജ് ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷമുള്ള സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി അദ്ദേഹം ഇപ്പോൾ ചാർജ് ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം നവകേരള സദസ്സിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുന്നു, ചാർജ് ഏറ്റെടുത്തിരിക്കുന്നു. VV അരുൺ അവിടെ നിന്നും ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും മന്ത്രി ഓഫീസിൽ എത്തിയിരിക്കുന്നു, ചാർജ് ഏറ്റെടുക്കാൻ പോകുന്നു. പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. അവിടുത്തെ ഒരു സാഹചര്യം വ്യക്തമാക്കാം. തീർച്ചയായിട്ടും മന്ത്രി ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും ഇന്നാണ് ഓഫീസിലെത്തി ചുമതല ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. 10 മണിക്കാണ് മന്ത്രിസഭാ യോഗം. അതിനു മുമ്പ് അദ്ദേഹം പ്രതികരണം. പക്ഷെ എന്തായാലും ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. ഞാൻ 2 ദിവസമായിട്ട് നവകേരള സദസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചുമതല ഏറ്റത്. ഇന്നലെ രാത്രി നവകേരള സദസ്സ് കഴിഞ്ഞു. രാവിലെ ഓഫീസിൽ വന്നതിന് ശേഷം അപ്പോൾ ഈ ഓഫീസ് ഒന്ന് റെഡിയാവേണ്ട കാര്യമുണ്ടായിരുന്നു. ഓഫീസ് റെഡിയായതിനു ശേഷം ചാർജ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മുതൽ ഇവിടെ ഉണ്ടാവും. ഞാൻ എല്ലാ ആഴ്ചയിലും തിങ്കൾ മുതൽ വ്യാഴം വരെ ഇവിടെ തന്നെ കാണും. അത് ഞാനൊരു പത്രക്കുറിപ്പ് നിങ്ങൾക്ക് തരാം. ചില കാര്യങ്ങളുണ്ട്. കാരണം KSRTCയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് എന്നെ പ്രോഗ്രാമുകൾക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു അപേക്ഷയാണ് എല്ലാവരോടും ഉള്ളത്. കാരണം പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പത്തനാപുരത്ത് എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കും. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലെ പ്രോഗ്രാമുകൾ തിങ്കൾ മുതൽ വ്യാഴം വരെ ഞാൻ ഇവിടെ ഇരുന്നാലേ ഈ വകുപ്പുകളുടെ കാര്യങ്ങളിൽ എനിക്ക് പഠിക്കാൻ തന്നെ 2 ആഴ്ച എടുക്കും. പിന്നെ അതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ നമുക്കത്. പക്ഷെ എല്ലാ സമയത്തും ഞാൻ തിരുവനന്തപുരത്ത് വീട്ടിൽ ആരെയും സന്ദർശകരെ കാണുന്നില്ല. ഞാൻ MP-മാർക്കും MLA-മാർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ഏത് സമയത്തും എന്നെ കാണാം. അതിനൊരു തടസ്സമില്ല. അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് വരുന്നവരാണ്. സമയത്ത് ഇവിടെ ഉണ്ടാവും. ഞാനൊരു പത്രക്കുറിപ്പ് വരുന്നുണ്ട്. ദേവീതി പ്രോഗ്രാമിന് വരുമ്പോൾ വലിയ വലിയ പടം വെച്ച മൊമെന്റോ ഒന്നും തരരുത്. എനിക്കത് താല്പര്യമില്ല. കാരണം അത് എന്റെ പടം വെച്ച് മൊമെന്റോ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് ഞാനൊരു പത്രക്കുറിപ്പ് ഇന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ക്യാബിനറ്റ് ഞാൻ തിരിച്ചു വന്നിട്ട് എല്ലാ ഓഫീസേഴ്സിനെയും കാണുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ വന്നിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കും. പക്ഷേ അതിന് ഉച്ചയോട് ഞാൻ ഇന്ന് മുഴുവൻ സമയം ഇവിടെ തന്നെ കാണും. KSRT MD വരും. എല്ലാവരോടും സംസാരിക്കും. നമ്മൾ തുടക്കത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവരായിട്ട് ആലോചിച്ചിട്ട്. അല്ല, ഞാൻ ബേസിക്കായിട്ട് എൻ്റെ ഉള്ളിലുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്നത് KSRTCയുടെ ചെലവ് കുറയ്ക്കുകയും ഒരു തരത്തിലും ഒരു ചോർച്ച ഉണ്ടാവാതെ. കാരണം നമ്മളൊരു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. അതിനോടൊപ്പം ചെലവും കൂടി കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാവും. അതൊരു വെറും ഞാൻ പറഞ്ഞില്ലേ മുറുക്കാൻകടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ്.
അത്രയേ ഉള്ളൂ. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അത് ചെയ്ത് കഴിയും. പിന്നെ എല്ലാ ബസ് സ്റ്റേഷനും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. പിന്നെ KSRTC ബസ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ സ്ഥാനം ഒരുക്കാൻ വേണ്ടി മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേക സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം കൊണ്ടുവരും. അപ്പോൾ അതിനുവേണ്ടി KSRTC MD-യോട് വലിയ വലിയ കമ്പനികളുടെ CSR ഫണ്ട് സ്വീകരിക്കാൻ KSRTC ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് MD-ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ കമ്പനികളുടെ CSR ഫണ്ട്, നമ്മുടെ ഷിപ്പ് യാർഡ് പോലുള്ള വലിയ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് വാങ്ങാനായിട്ട് സഹായിക്കാമെന്ന് KV തോമസ് മാഷ്, ഡൽഹിയിലെ ചുമതലയുള്ള KV തോമസ് മാഷ് സമ്മതിച്ചിട്ടുണ്ട്. ടോയ്ലറ്റുകൾ വളരെ ദയനീയ സ്ഥിതിയിൽ തന്നെയാണ്. അന്ന് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് എനിക്ക് 7 ടോയ്ലറ്റ്, പക്ഷെ പുതിയൊരു ഞാൻ തിരുപ്പതിയിൽ കണ്ട മോഡലിൽ വലിയ ചെലവ് വരാത്ത വിധത്തിലുള്ള നല്ല ടോയ്ലറ്റ്, ബാഡ് സ്മെല്ലൊന്നും നിൽക്കാത്തൊരു ടോയ്ലറ്റ് സമുച്ചയം ഞാൻ തന്നെ പത്തനാപുരത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ചെലവ് കുറഞ്ഞിരിക്കും, നമ്പർ കൂടിയിരിക്കും. അപ്പോൾ അത്തരം ടോയ്ലറ്റുകളെല്ലാം ഒന്ന് നവീകരിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കും യാത്രക്കാർക്ക്. അതുപോലെ ഈ ബസ് പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി കൊടുക്കാറുണ്ട് ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും. ആ സ്ഥലങ്ങൾ ഹൈജീനിക് അല്ല, അവിടെ ടോയ്ലറ്റുകളില്ല, സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുന്നു. പണ്ട് തിയേറ്റർ ക്ലാസിഫൈ ചെയ്തതുപോലെ ഈ പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറന്റുകൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചതിന് ശേഷം അത് ടോയ്ലറ്റും സൗകര്യമൊക്കെ അവർ നിർമ്മിക്കണം. നിർമ്മിച്ചാൽ മാത്രമേ അവിടെ വണ്ടി നിർത്തിക്കൊള്ളൂ. ഈ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡായിരിക്കണം, പിന്നെ നല്ല ഫെസിലിറ്റി ഉണ്ടാവണം യാത്രക്കാർക്ക്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ KSRTC ബസ്സുകൾ ദീർഘയാത്രയിൽ നിർത്തിക്കൊടുത്തിട്ടുള്ളൂ. അതെ, ജനങ്ങൾക്ക് പ്രാധാന്യം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, രാജാവാരാണ് ബസ്സിൽ കയറുന്ന യാത്രക്കാരൻ. പിന്നെ അനാവശ്യമായി നഷ്ടത്തിലോടുന്ന ഒരു ട്രിപ്പും, എല്ലാ ട്രിപ്പും നിർത്തും. അതിലൊരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമം വേണ്ട, അത് പരിഹരിക്കും. ഒരു ബസ് നഷ്ടത്തിലോടുന്നത് അതിന്റെ സമയക്രമത്തിന്റെ കുഴപ്പമാണെങ്കിൽ ആ സമയക്രമം പരിഹരിക്കും. അതുപോലെ ഉൾമേഖലകളിൽ പോകുന്ന ബസ്സുകൾ അവിടെ അതിനെ മാത്രം ആശ്രയിക്കുന്ന, പ്രത്യേകിച്ച് ട്രൈബൽ മേഖലകൾ, പിന്നെ SC/ST കോളനികളുള്ള സ്ഥലങ്ങൾ, എസ്റ്റേറ്റുകൾ, അവിടുത്തെ തൊഴിലാളികൾ, അവരെ വണ്ടിയൊന്നും നിർത്തില്ല. അതിലൊന്നും ഒരു ആശങ്കയും വേണ്ട. ഞാനിതിന്റെ പ്രായോഗികത നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഒരു വണ്ടിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ എത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു പുതിയ പരിഷ്കാരം. ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീക്കിനുള്ളിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രി അനുവാദം തന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടുള്ള ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ എല്ലാവർക്കും, ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം നമ്മൾ കൈവരിക്കും. അതിന് ഞങ്ങൾ പദ്ധതി തയ്യാറായിക്കൊണ്ട് TC ഞാനുമായിട്ട് അതിന് ഡിസ്കഷൻ കഴിഞ്ഞു. 1-2 ഡിസ്കഷൻ ഞങ്ങൾ കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അവരത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് വരുന്നതോടെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബസ് സർവീസും അനേകായിരം സംരംഭകരും വരുന്ന ഒരു പുതിയ പദ്ധതി. പല പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും പലപ്പോഴും യൂണിയന്റെ ഇടപെടൽ കൊണ്ടാണ് അതൊക്കെ നിൽക്കുന്നത്. സിംഗിൾ ഡ്യൂട്ടി അടക്കം അത്തരം പ്രശ്നങ്ങൾ നേരത്തെ അംഗീകരിച്ചാണ്. നേരത്തെ പഴയ മന്ത്രിക്കെതിരെ ഒരു CET-ന് ഏറ്റവും കൂടുതൽ സമരം അടക്കം നടത്തിയപ്പോൾ ഇവരെല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെയായിരിക്കും മുമ്പോട്ട്? അവരുമായി സൗഹൃദത്തിൽ തന്നെ പോകും. ഞാൻ 2001 എല്ലാവരുമായിട്ട് സൗഹൃദത്തിൽ പോയ ആളാണ്. അവരെ ഒന്നും പ്രകോപിപ്പിച്ചോ ഒന്നും നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. തൊഴിലാളികളുടെ ആവശ്യം അവരുടെ ശമ്പളം, അവരുടെ പെൻഷനിങ്ങുള്ള കാര്യങ്ങളെ കുറിച്ച് അതിൽ സുതാര്യമായ ചർച്ചയുണ്ടാകും. പിന്നെ യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ കാര്യങ്ങൾ. ഇപ്പം ഞാൻ കണക്കില്ല നിങ്ങൾ എന്നെ വാർത്തകളെ വളച്ചൊടിച്ചു. ഒരു ചാനൽ ഒരു പ്രത്യേക ലേഖകൻ ഒരു വാർത്തയെ വളച്ചൊടിച്ചു മുൻമന്ത്രിയെ ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് വെറുതെ തെറ്റായി ആ വ്യക്തിക്ക് എന്നോടുള്ള ഒരു വിരോധം കൊണ്ട് നിങ്ങൾ ആരും കാണാത്ത ഒരു വേർഷൻ അതിൽ അയാൾ മാത്രം കണ്ടു. അയാൾക്ക് എന്നോട് പണ്ട് 2013 എന്നെ രാജിവെപ്പിക്കാൻ നടന്ന ആളാണ്. അപ്പൊ അയാൾക്ക് ആ ഒരു വിരോധമുള്ളതുകൊണ്ട് അയാൾ ആ വാർത്തയെ മറ്റാരും കാണാത്തൊരു മുഖത്തിൽ കണ്ടു. നിങ്ങൾ ആരും കണ്ടില്ല. കേരളത്തിലെ ഒരു മീഡിയയും കാണാത്ത ഒരു വേർഷൻ അദ്ദേഹം കണ്ടെത്തുകയും മഹത്തായ ചില സംഭാവനകൾ നൽകുകയും ചെയ്തു. അതിൽ കാര്യമില്ല. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞല്ല. എന്നോട് കണക്കില്ല എന്ന് പറഞ്ഞതും ചോർച്ചയുണ്ടെന്ന് പറഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, പ്രധാനപ്പെട്ട യൂണിയന്റെ നേതാക്കന്മാർ തന്നെ. ഞാനല്ലാതെ ഇത് അറിയുന്ന ആളല്ല. ഞാൻ പുറത്ത് നിൽക്കുന്ന ഒരു MLA ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ. ഞാൻ ഇടപെട്ടിട്ടുമില്ല. പക്ഷെ എന്നോട് യൂണിയൻ നേതാക്കളും വിവിധ യൂണിയന്റെ പ്രമുഖ നേതാക്കൾ, ഹയർ റാങ്കിലുള്ള നേതാക്കന്മാരാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവർ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അവരതിൽ പ്രവർത്തിക്കുന്നില്ല. അവർ പറഞ്ഞു കേട്ട് ഞാനൊന്ന് അന്വേഷിച്ചു, ശരിയാണോ എന്ന് ചില ഉദ്യോഗസ്ഥരോട് ചോദിച്ചോ, ശരിയാണെന്ന് അവരും പറഞ്ഞു. അതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. ഞാനും മുൻമന്ത്രി തമ്മിൽ ഒരു പ്രശ്നമല്ല. അതിന്റെ നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ എന്റെ അച്ഛന്റെ കൂടെ അദ്ദേഹം MLA ആയിരുന്നുള്ള കാര്യം, ഞാൻ 5 തവണ MLA ആളാണ്.
എന്റെ അച്ഛൻ്റെ കൂടെ ഞാനും വലിയ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല. ഈ AI ക്യാമറയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ 11 കോടി കൊടുക്കാനുണ്ട്, 3 മാസമായിട്ട് പണം കൊടുത്തിട്ടില്ല കെൽട്രോണിന്. അവര് 44 താൽക്കാലിക ജീവനക്കാരെ പിൻവലിച്ചു. ഇപ്പൊ ഈ പരാതി കൊടുക്കുന്നത് കുറഞ്ഞു. അതെങ്ങനെയാണ് ഈ പരിഗണിക്കുന്നത്? അത് നമ്മളെ ധനകാര്യ വകുപ്പിൽ നിന്ന് പണം നമുക്ക് വരുന്നുണ്ടല്ലോ, അത് റിലീസ് ചെയ്യാൻ ധനകാര്യ വകുപ്പിന് ഒരുപാട് നമുക്ക് മനസ്സിലാക്കണം, ഒരുപാട് ആവശ്യങ്ങൾ ധനകാര്യ വകുപ്പിൽ വരികയാണ്. വരുമ്പോൾ ഈ പൈസ ഇങ്ങനെ റോൾ ചെയ്താണ് പോകുന്നത്. നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇതിങ്ങനെ റോൾ ചെയ്ത് പോവുകയാണ്. അപ്പൊ അവര് സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തിന് ശമ്പളം കൊടുക്കണം, നടത്തിക്കൊണ്ട് പോകണം. KSRTC അടക്കം കഴിഞ്ഞ കുറെ നാളായി കേരള സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ അവരത് മറിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടേതായ പരിമിതിയുണ്ട്. പക്ഷെ അത് ഞങ്ങൾ മിനിസ്റ്ററുമായിട്ടും പിന്നെ ഫൈനാൻസ് സെക്രട്ടറിയായിട്ടൊക്കെ സംസാരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിനൊരു പരിഹാരം. ഇല്ല, അങ്ങനെയല്ല. പണം വരുന്നുണ്ട്, പണം കെൽട്രോണിന് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. കാരണം കെൽട്രോണിന് കൊടുക്കേണ്ടതാണല്ലോ പൈസ. നമ്മൾ ഫൈൻ അടിച്ചു, നമ്മുടെ ഖജനാവിൽ വന്നു, ആ ഖജനാവിലെ ഒരു റോളിംഗ് നടക്കുകയാണ്. അത് കെ.ബി. ഗണേഷ് കുമാർ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.